ഗ്രൂപ്പിൽ ആക്കുന്നതിന് പേരൊന്നും പറഞ്ഞു അതെന്തിനാ അങ്ങനെ ആദ്യത്തെ ബിന്ദു ടീച്ചർ നമ്മളെ ഞാൻ മെലിഞ്ഞ ടീച്ചറില്ലേ നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അപ്പൊ ഈ എത്രയോ കാലത്തിന്റെ ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിന് ശേഷം നമ്മുടെ രൂപങ്ങളും നമ്മുടെ ആകൃതികളും ഒക്കെ ഒരു മാറ്റങ്ങൾ വന്ന സമയം. എങ്കിലും നമ്മള് വളരെ തിരക്ക് പിടിച്ചുള്ള ജീവിതയാത്രകൾക്കിടെയാണ് നമ്മൾ ഒന്നിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു നിമിഷം ധന്യമാക്കി തന്ന ഇതിന്റെ സംഘാടകരായ എല്ലാ ആൾക്കാർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിക്കുന്നു. സ്വദേശം മണത്തനെയാണ്. ഇപ്പോൾ കുറച്ചു കാലം പ്രവാസിയായിട്ടൊക്കെ ജോലി ചെയ്ത് നാട്ടിൽ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് സന്തോഷം. 2 മക്കള് 7ാം ക്ലാസ്സിലും ഒരാള് ഒരു പെണ്ണ്. മോള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ല. വൈഫും ടീച്ചറാണ്, സെയിം സ്കൂളിലാണ്. കുട്ടികള് 2 പേര്. മോൻ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, മോള് 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. 8 വർഷമായി 16 വർഷമായി കേരളം വിട്ടു പോയിട്ട് 8 വർഷമായി ഇപ്പോൾ ഒരു സെയിം ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി ചെയ്യുന്നു. വൈഫ് കോഴിക്കോട് സ്റ്റാർഗേർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു, മോള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോൻ 2ൽ പഠിക്കുന്നു. 2002 ഡിഗ്രി കഴിഞ്ഞത്. 2004 മലയാള മനോരമയിൽ മലപ്പുറം യൂണിറ്റിൽ ജോലി ചെയ്തു. ആദ്യം സർക്കുലേഷനിൽ ജോലി ചെയ്തു. ഇപ്പോൾ സർക്കുലേഷൻ്റെ ഓഫീസറായിട്ട് ദില്ലിയിൽ ഏരിയയുടെ സ്റ്റാഫാണ്. കല്യാണം കഴിച്ച തിരുവനന്തപുരത്താണ്. ഭാര്യയാണ് ഗവൺമെൻറ് സ്കൂളിൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. 2 മോളാണ്, 8ാം ക്ലാസ് 5ാം ക്ലാസ്. കുഴപ്പമില്ല, നന്നായി പോകും. ഞാൻ ഷൈനി, കോഴിക്കോട് ജില്ലയിലെ വെലങ്ങാടാണ് താമസിക്കുന്നത്. എനിക്ക് 3 മക്കള്. ഞാൻ ആദ്യം കുറച്ച് കാലം സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഒന്നും പഠിപ്പിക്കുന്നില്ല, ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. ഭർത്താവിനും കുട്ടികളും പഠിപ്പിക്കുന്നു. അത്രയായിട്ട് പഠിക്കുന്നില്ല, ഞാൻ പഠിപ്പിക്കുന്നു. മക്കള് മൂത്തത് ചെറുക്കൻ, ഇടത് 2 പെൺപിള്ളേര്. മൂത്തവൻ 10ല്, രണ്ടാമത്തവൾ 7ല്, ഇടയാള് 4ല്. വൈഫ് ഒരു കുട്ടി. വൈഫ് ഇവിടെ തൊണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്. ഞാൻ 16 വർഷം മാധ്യമ പ്രവർത്തനത്തിലായിരുന്നു. ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ലേബർ ഇന്ത്യ പബ്ലിക്കേഷൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു കുട്ടി, വേറെന്താ, ഒരു പെൺകുട്ടിയാണ്. 2007 മുതൽ വക്കീലായിട്ട് 16 വർഷം പ്രാക്ടീസ് ചെയ്തു. ആദ്യം 2007 മുതൽ 12 വരെ കർണാടക കോടതിയിലും അതിനുശേഷം കേരള ഹൈക്കോടതിയിൽ പല കോടതികളിലാണ് പ്രാക്ടീസ് ചെയ്തത്. എൻ്റെ ഭാര്യ ഷിന്നു ഇപ്പോൾ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസറാണ്. എനിക്ക് 3 മക്കൾ. മൂത്തയാൾ 5ാം ക്ലാസ്സിൽ പഠിക്കും, രണ്ടാമത്തെ ആൾ 3ാം ക്ലാസ്സിൽ പഠിക്കും, ഇളയാൾ 4 വയസ്സ്. ഞങ്ങൾ ബാലുവേൽ താമസിക്കും, കുട്ടപ്പശ്ശേരി എന്ന് പറഞ്ഞാൽ. ഞാൻ എറണാകുളം ജില്ലയിലെ വെല്ലുവിളിയിലാണ് താമസിക്കുന്നത്. എനിക്ക് 2 ആൺകുട്ടികൾ. മൂത്തയാള് +1, രണ്ടാമത്തെ 2ാം ക്ലാസ്. കുഴപ്പത്തിലാണ് താമസം. 2 മക്കള്, മൂത്തവൻ +2, ഇളയവള് +1. പിന്നെ ഞാനൊരു ചിട്ടിയുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. 10 വർഷമായിട്ട് അവിടെയാണ്. അവിടെ പാലാണ് താമസിക്കുന്നത്. ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്ത് 2 മക്കളും 1 ഭർത്താവും. അതൊരു ട്രെൻഡായി മാറിയില്ലേ? എനിക്ക് 2 പിള്ളേരാണ്. എന്നെ കെട്ടിച്ചു വിട്ടേക്കുന്ന പൂളക്കുറ്റിയിലാണ്. ഞാൻ 2
2005 ജാനുവരി ബാംഗ്ലൂരിൽ പോയതാണ്. അപ്പോൾ ബാംഗ്ലൂരിലാണ് സെറ്റിലായിരുന്നത്. തൈക്കൽ അന്ന് തൊട്ട് അവിടെയാണ് താമസം. ചെറിയൊരു ഫ്ലാറ്റ് ഉണ്ട് സ്വന്തമായിട്ട്, അവിടെ താമസിക്കുന്നു. 2 പിള്ളേരും കെട്ടിയവനും. മൂത്തയാൾ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 4ാം ക്ലാസ്സിൽ. അവൻ എല്ലാ ചോദ്യങ്ങളും വരും. 2 മക്കൾ, മോള് ബിടെക്കിന് സൊസൈറ്റി പഠിക്കുന്നു, മോനെ എൻ്റെ പേര് സിനി. ക്യാമറ എനിക്ക് ഒരു ഭർത്താവ്, ഈ പറഞ്ഞ ഒരു ഭർത്താവും 2 പെൺകുട്ടികളാണ്. മൂത്തയാൾ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു, ഇളയാൾ 9ൽ പഠിക്കുന്നു. ഞാൻ പേരാവൂർ ഫിനാൻസ് പറഞ്ഞു. കോളിക്കടവിൽ 2 പെൺകുട്ടികൾ, മൂത്തയാൾ 9ൽ പഠിക്കുന്നു, ഇളയവൾ 4ൽ. കർഷക കുടുംബം. എൻ്റെ പേര് ദിവ്യ. 2 മക്കളാണ്. 1 പെണ്ണ്, 4. മോള് ജോലി ചെയ്യുന്നു, മോൻ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ. ആദ്യത്തോട്ട് പറയട്ടെ, പണ്ടേ ഒക്കെ ശബ്ദം കുറവാണ്. ചെറുപുഴയിലാണ് താമസം. 3 മക്കളുണ്ട്. ഒരു മോളും 2 ആൺകുട്ടികളും. എന്താ ചെയ്യുന്ന കുട്ടികളൊക്കെ പഠിക്കണത്? കുട്ടികൾ പഠിക്കുന്നു. ഏതൊക്കെ ക്ലാസ്സിലാ? മോള് നേഴ്സിംഗ്, മോൻ 8ലും 6ലും. സ്ഥലം മാനന്തവാടി. ഹസ്ബൻഡ് ബിസിനസ് ചെയ്യുന്നു. എനിക്ക് 2 ആൺകുട്ടികളാണ്. ഒരാൾ 10ലും ഒരാൾ 5ലും. പേര് സീന. പിന്നെ ഹസ്ബൻഡ് പ്രസാദ്. ബാക്കിക്ക് ഒത്തിരി മക്കളും ഞാനും ചെയ്യുന്ന 2 മക്കൾ. 4 പ്ലസ് 1, ഒരാൾ പിന്നെ 14 കൊല്ലം ഗൾഫിലായിരുന്നു. 4 കേസ് ഒരു 2 കൊല്ലം വർക്ക് ചെയ്തത്. ഒരു കർണാടകയിൽ വൈഫ് വില്ലേജിൽ ജോലി ചെയ്യുന്നു. വൈഫിന്റെ പേര് വിജിത. 2 ആൺകുട്ടികൾ, ഒരാൾ 6ൽ ഒരാൾ 4ൽ. നമ്മള് ഇരളം വില്ലേജ്. ശരി. പിന്നെ എന്തായാലും നീ എല്ലാവരും ചോദിച്ചു, എന്നോട് ചോദ്യം അല്ല, ഒഫീഷ്യലായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. വൈഫിന്റെ പേര് ദിവ്യ. 3 മക്കള്, ഒരാൾ 8ല്, ഒരാൾ 7ല്, ഒരാൾ 8ല്. വൈഫ് ബിസിനസ് ചെയ്യും. കൗൺസിലറാണ് മദ്രാസ് സ്കൂളിൽ. മക്കള് 2 പേര്, ഒരാണ്, ഒരു പെണ്ണ്, ഒരു ഭാര്യ. എന്തായാലും പറയുന്നതല്ല, 2 ഭാര്യമാരില്ല. പിന്നെ ഒരാൾ 8ല്, ഒരാൾ 3ല്. വൈഫിന്റെ പേര് കുഞ്ഞു. മക്കളുടെ പേര്? എവിടെയാന്ന് പറഞ്ഞില്ല. ആദിത്യ അദ്വൈത്. മക്കൾ 2 പേരും പേര്? ഓ, 2 സംഗീതപരമായിട്ട് ബന്ധമുള്ള ആൾക്കാരല്ലേ? ഏത് സ്ട്രീമാ? ഏതാ? +2. അതെ, മക്കള് കാണും. +2. ഏതാ എടുത്തേക്കണേ? ഏതാ +2ലെ? ബയോളജി. എന്താ മോൾക്ക് ആഗ്രഹം? രണ്ടാമത്തെ ആൾക്ക് ബയോളജി കഴിഞ്ഞിട്ട് മെഡിസിൻ? എവിടെ? ഇവിടെ അല്ലേ? നടന്നു പോയിക്കോളൂ നിങ്ങള്. ജിജോ, ഇത്രയും പേരുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഒരാനയല്ലേ ഉള്ളൂ, എത്ര പേര് ഓടിക്കും? ഞാനതാ പറഞ്ഞു, എന്നെ ഫ്രണ്ടിൽ വിട്ടിട്ട്